ഇന്ന് രണ്ടും കൽപ്പിച്ചേ കാറും എടുത്ത് ടൗണിലേക്ക് ഇറങ്ങാൻ പോവാ. പഠിച്ചോനെ, നിങ്ങൾ ഇന്നെ മാത്രമല്ല എൻ്റെ അടുത്ത് കൂടെ വരണവരൊക്കെ കാത്തോളി. വണ്ടി എടുത്തതിന് ശേഷം ഈ ഇട്ടാവട്ടത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നല്ലാണ്ടേ ലോങ് എങ്ങോട്ടും പോയിട്ടില്ല. ഇന്നിപ്പോൾ പോവേണ്ട ആവശ്യം വന്നുകൊണ്ട് ഒന്ന് പട്ടാമ്പി വരെ പോയി വരാമെന്ന് കരുതി. എല്ല് ബോർഡ് വെച്ചപ്പോഴേ ഹോണടീൻ്റെ സൗണ്ടിന് ഇച്ചിരി ഗാംഭീര്യം കൂടിയോന്നൊരു ഡൗട്ട് ഇല്ലായില്ല. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, ചില സൂക്കേട് കൂടിയവരുണ്ട്. എല്ല് ബോർഡ് കണ്ടാലോ സ്പീഡ് ഇച്ചിരി കുറച്ച് പോകുന്ന കണ്ടാലോ ഹോൺ നിർത്താതെ അടിക്കാൻ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടേ, എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടാവുക, അല്ലാതെ ജനിച്ചു വീണതേ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടൊന്നുമല്ലല്ലോ. ചെയ്താണല്ലോ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും വശമാവണത്. 2.5 വർഷമായി കേട്ടോ ഞാൻ ഈ ലൈസൻസ് എടുത്ത് പെട്ടിയിലിട്ട് വെച്ചിട്ട്. താങ്ങാൻ ആളുള്ളവർക്ക് തളർച്ച അറിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ ആളുള്ളപ്പോൾ ഞാനതിന് മെനക്കിട്ടിട്ടില്ല എന്ന് പറയണതാവും ശരി. എല്ലാവരുടെ ലൈഫിലും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവില്ലേ. എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ റിവാർഡാണ് കേട്ടോ എൻ്റെ ഡ്രൈവിങ്. അതിന് കാരണമായതും എൻ്റെ കുഞ്ഞു ബിസിനസ് തന്നെയായിരുന്നു. ഫസ്റ്റ് ടൈം ഞാനൊരു സ്കൂട്ടി എടുത്തപ്പോഴേ വീഴ്ചകൾ എനിക്ക് പതിവായിരുന്നു. ഒന്ന് വീണമെന്ന് കരുതി അതും എടുത്ത് കാർപ്പുറച്ചിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? വീണത് കണ്ട് കൈയടിക്കാനും ചിരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഒരു നാൾ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് വിജയത്തിലെത്തുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ മോനെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. അപ്പം പറഞ്ഞു എന്താന്ന് വെച്ചാലേ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണോ? എന്നാൽ നാളെ മുതൽ ഇന്ന മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് എടുത്തോ, എല്ലാം ശുഭാവും.